ഹലോ എവ്രി വൺ, വെൽക്കം ടു മെഹേഴ്സ് കിച്ചൻ. ഇന്ന് നമുക്ക് നമ്മളെ നാടൻ പത്തിരിയും ചിക്കൻ കറിയും നോക്കാം. നല്ല ടേസ്റ്റിയായ നമ്മളെ ഫേമസ് ആയ പത്തിരിയും ചിക്കൻ കറിൻ്റെ റെസിപ്പി മമ്മി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം പത്തിരി ഉണ്ടാക്കുന്ന ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിനായിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കിയ അരിപ്പൊടിയാണ്. കഴുകി ഉണക്കി വൃത്തിയാക്കി പൊടിപ്പിച്ചെടുത്ത വീട്ടിലുണ്ടാക്കിയ അരിപ്പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെള്ളമാണ്. വെള്ളം 2.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ്. ഏത് കപ്പിലാണ് അരിപ്പൊടി എടുത്തത് ആ കപ്പിൻ്റെ അളവിൽ തന്നെ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം ഗ്യാസിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് മാറുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അധികം മിക്സ് ആക്കണ്ട. ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് പൊടിയൊക്കെ വെറ്റാവണ വരെ പൊടിയൊക്കെ നന്നായിട്ട് നനയണ വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു, മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗ്യാസിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഈ പൊടി എടുത്തിട്ട് ടേബിൾ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ടേബിൾ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തട്ടിലേക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ പരന്ന ഒരു പാത്രം എടുത്തിട്ട് ബാക്ക് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് പൊടി നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കട്ടയൊക്കെ ഉള്ളത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കട്ട മാറ്റിയെടുക്കാം. എന്നിട്ട് ആ ഭാഗം നമുക്കിങ്ങനെ കുഴച്ചിട്ട് സൈഡിലേക്ക് വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊടിയെല്ലാം സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇതൊക്കെ ചൂടെടുക്കുന്നതിന് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ചൂടെടുക്കുന്നതിന് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് നന്നായിട്ട് കുറച്ച് പൊടി നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവണ വരെ നല്ലപോലെ അമർത്തി പ്രസ് ചെയ്തിട്ട് ഇത് കുഴച്ചെടുക്കണം. പൊടി നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. ഈ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൊടിയും നന്നായിട്ട് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം. അപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് കുഴച്ച് കണ്ടോ, ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. ഇനി നമുക്കിത് രണ്ടും ഒരു പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും ഈ മാവ് എടുത്തിട്ട് വെള്ളം തൊട്ടിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ എത്ര കൂടുതലാണിത് കുഴച്ചെടുക്കുന്നത് അത്ര കൂടുതലാണ് പത്തിരി നന്നാവുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ടൈം എടുത്തിട്ട് തന്നെ ഇത് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ തേച്ചിട്ട് കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ കൈ ഉണങ്ങുമ്പോൾ അപ്പോൾ വെള്ളം തേച്ച് കൊടുത്തിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പൊടികളെല്ലാം ഇങ്ങനെ നിങ്ങളടുത്ത് എത്ര പൊടിയുള്ളതൊക്കെ ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചെറിയ ഉരുളകളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുന്ന പത്തിരി കുറച്ച് ചെറിയതാണ്. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് വെക്കാം. അപ്പോൾ ഉരുളകളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്കിത് പരത്താൻ തുടങ്ങാം. ഇത് അധികം കട്ടിയും വേണ്ട, എന്നാൽ അത് കട്ടി കൂടാനും വേണ്ട. അങ്ങനെയാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ പത്തിരികൾ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിപ്പം വെക്കാം പത്തിരിൻ്റെ. ഞങ്ങൾ ഇത്ര ചെറുതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ അധികം കട്ടിയില്ല, കട്ടി കൂടുതലില്ല. ഇതുപോലെ തന്നെ എല്ലാ പത്തിരിയും നമുക്ക് പരത്തിയെടുക്കാം. പത്തിരി പ്രസ്സിൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ആദ്യം പ്രസ് ചെയ്തിട്ട് ചെറിയ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം, ചെറിയ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് വീണ്ടും ഇത് പരത്തിയെടുക്കും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ആവശ്യമുള്ളതിന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ പരത്തിയെടുക്കുന്നതാണ്.
അങ്ങനെ അത് പത്രി എല്ലാം പരത്തി റെഡിയാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയെടുക്കാം. പഴയ ഒരു പാൻ യൂസ് ചെയ്താൽ മതി, കാരണം പിന്നെ പാനിൽ നിന്ന് സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒരു പഴയ പാൻ എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് പത്തിരി ഇട്ട് കൊടുക്കാം. പത്തിരി ഒരു സൈഡ് ചൂടായി കഴിഞ്ഞാൽ അത് മറിച്ചിടാം. എന്നിട്ട് മറ്റേ സൈഡും നന്നായിട്ട് അങ്ങനെ പൊള്ളൊക്കെ വരുന്ന വരെ നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പത്തിരി എല്ലാം ചുട്ടെടുക്കാം. നമ്മൾ അടിപൊളി മലബാർ പത്തിരി റെഡിയാണ്. എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി സിമ്പിളായിട്ട് പത്തിരി ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് ചിക്കനാണ്. ചിക്കൻ 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.25 കിലോ വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ ചിക്കൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 2 വലിയ സവാള എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വലിയ ജീരകമാണ്, 1.5 ടീസ്പൂൺ വലിയ ജീരകം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ ആവശ്യമുള്ളത് മല്ലിപ്പൊടിയാണ്. ഒരു 4.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തക്കാളി, ഒരു 2 തക്കാളി എടുത്തിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൂമിക്കാൻ ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എത്ര വേണ്ടത് അത്ര എടുത്തിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ചെറിയുള്ളി അല്ലെങ്കിൽ ഒരു അര സവാള എടുത്തിട്ട് അതും സ്ലൈസ് ചെയ്തെടുത്താൽ മതി. പിന്നെ കരിവേപ്പില ആവശ്യത്തിന്. പിന്നെ തേങ്ങ വറുക്കാനായിട്ട് 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയുള്ളി കഷ്ണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി അല്ലെങ്കിൽ അര സവാള എടുത്തിട്ട് അതും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സാധാ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഓയിൽ ചൂടായ ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് ഒരു പിങ്കിഷ് കളറാണ് വരെ, ട്രാൻസ്പെറൻ്റ് ഒക്കെ ആവുന്ന വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കിക്കൊണ്ട് വഴറ്റി ശരിയാക്കിയെടുക്കാം. അങ്ങനെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു ചെറിയൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ഇത് 2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിൻ്റെ പച്ച ചുവപ്പ് മാറുന്ന വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് വെളുത്തുള്ളി ഇഞ്ചി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് 3ഉം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറേ നേരം ഇത് വഴറ്റാൻ ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുത്താൽ ഒരു 30-40 സെക്കൻഡ് ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. അധികം നേരം ഒന്നും വഴറ്റിയെടുക്കണ്ട. ശേഷം ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റോളം നമുക്ക് ഇത് വീണ്ടും തിളപ്പിക്കാൻ വെക്കണം. തിളച്ചതിന് ശേഷം 2 മിനിറ്റ് വീണ്ടും തിളപ്പിക്കണം. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് തിളപ്പിച്ച് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ തക്കാളി, പച്ചമുളകും പിന്നെ കുറച്ച് കരിവേപ്പില ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഹൈ ആക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയമിലാക്കിയിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ വേവുന്ന സമയം വരെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ മീഡിയം ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ഇതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വലിയ ജീരകം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണെന്ന് നമുക്ക് വഴറ്റിയെടുക്കാം.
ഇതുപോലെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നമുക്ക് വറുത്തെടുക്കാം. ബ്രൗൺ കളറാക്കി എടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വറുത്തെടുക്കാം. തേങ്ങ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ തേങ്ങ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരു 10-12 മിനിറ്റ് എടുത്തു ഇങ്ങനെ ആവാൻ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ മെല്ലെ ഇളക്കിക്കൊണ്ട് ആണ് ഇങ്ങനെ വറുത്തെടുത്തത്. ഇത്രയും ഇതാവണം, കരിയാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് തണുപ്പിച്ചെടുക്കാം. ചൂട് മാറാൻ വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ തേങ്ങ വറുത്തെടുക്കുന്ന സമയം വരെ നമ്മൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചിക്കന് കുക്കായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ വെള്ളമില്ലാതെ, അധികം വെള്ളമില്ലാതെ കട്ടിയിലാണ് അരച്ചെടുത്തത് ഇതുപോലെ. എന്നിട്ട് തേങ്ങ ചേർത്തതിന് ശേഷം ഇതിൽ ആ മിക്സിയിലുള്ള തേങ്ങയിലും കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകമാക്കി എടുക്കാം. ഉപ്പ് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ശരിയാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടം കുറച്ച് ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് കട്ടിയുള്ള കറിയാണ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുറച്ചും കൂടി വെള്ളം കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ടോട്ടൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ട് നമുക്കിനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തിളച്ച് പറയുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കേണ്ടത്. നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇതൊരു ഗോൾഡൻ കളറാക്കി എടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാകാൻ തുടങ്ങി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം നമുക്കിതെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി നാടൻ ചിക്കൻ കറി തയ്യാറാണ്. വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളുമാണ്. പിന്നെ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെക്കാം. സെർവ് ചെയ്യണവരെ മൂടി വെക്കാം. സെർവ് ചെയ്യണ സമയത്ത് ഇത് തുറന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. പത്തിരിയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മുക്കി കഴിക്കാം. നല്ല ടേസ്റ്റി പത്തിരിയും ചിക്കൻ കറിയും എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മൾ തനി നാടൻ പത്തിരിയും ചിക്കൻ കറീൻ്റെ റെസിപ്പി കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പത്തിരിൻ്റെ മുകളിലൊക്കെ ഒഴിച്ച് ഈ കറി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.